ചെമ്പനീർ പൂവിന് വരാനിരിക്കുന്ന നല്ലൊരു കിടിലൻ എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സ്വാമിജി സച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇനി സച്ചിക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് നല്ല കാലമാണ്. പക്ഷേ അതേ ദിവസം സച്ചിക്ക് എന്തോ ഒരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടാണ് ആ സ്വാമിജി പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കാം. ഇനി നമുക്ക് അടുത്ത ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ശ്രുതി ആവശ്യപ്പെടുന്നതനുസരിച്ച് ശ്രുതി കാർ ഷോറൂമിൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതി നോക്കി വെച്ചിരിക്കുന്ന കാറുണ്ടല്ലോ, അത് വന്നിട്ട് നോക്കുന്നുണ്ട്. ശ്രുതി കാറ് കാണുമ്പോൾ തന്നെ ശ്രുതിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. നന്നായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയുകയാണ്. എന്താ ശ്രുതി, വീടും ഇത് നോക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കാണാൻ നല്ലതൊക്കെയാണ്, ഈ കാറ് നല്ലതൊക്കെയാണോ എന്ന് ചോദിക്കുമ്പോഴേ വളരെ നല്ലതാണ്, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാറാണ്, സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ കാറിനെ കുറിച്ച് അങ്ങ് പൊക്കി പറയുകയാണേ. അപ്പം ഇപ്പോൾ ഒരു കാർ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എല്ലാം നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ. നീ 1,00,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ആദ്യം 2,000 രൂപ പ്രോഫിറ്റായിട്ട് തന്നില്ലേ, അതുപോലെ തന്നെ എല്ലാം പ്രോഫിറ്റാണ്. കാറ് വാങ്ങുമ്പോൾ തന്നെ ഞാൻ വലിയൊരു ബിസിനസ് മാനായിട്ട് മാറും. അതെല്ലാം ഓക്കെയാണ്. കുറച്ച് റേറ്റ് കുറച്ച് തരുന്നതിനെക്കുറിച്ച് ഒന്ന് ചോദിക്കായിരുന്നില്ലേ? അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അവരുള്ളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് അങ്ങ് പോവുകയാണേ. പോവാണ് കേട്ടോ. തുടർന്ന് സച്ചിയാണെങ്കിലോ ആ പാർട്ടിക്കാർക്ക് കാറ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാറൊക്കെ ഓക്കെയാണ്, പക്ഷെ നമ്പർ ഓക്കെ ആണെന്നുള്ള കാര്യം പറയുന്നില്ല കേട്ടോ. അപ്പം സച്ചി, നീയല്ലേ പറഞ്ഞത് ഇവിടുത്തെ കാറൊക്കെ സൂപ്പർ ആയിരിക്കുമെന്ന്, എന്നിട്ട് ഇദ്ദേഹത്തിനൊന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, കാറല്ലേ ഇഷ്ടപ്പെടാത്തത്, അദ്ദേഹത്തിന് കാറിൻ്റെ നമ്പറാണ് ഇഷ്ടപ്പെടാത്തതെന്ന് പറയും കേട്ടോ. അവർ നോക്കി നോക്കിയിട്ട് അവസാനം ചെന്ന് എത്തുന്നത് നമ്മുടെ മേടിക്കാൻ പോകുന്ന ആ കാറുണ്ടല്ലോ, അതിൻ്റെ കാറിൻ്റെ നമ്പറും കളറും ഒക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. എന്നിട്ട് സാറിന് ഒരു കാറെങ്കിലും ഇഷ്ടപ്പെട്ടല്ലോ എന്ന് സച്ചി ഇങ്ങനെ പറയാണ് കേട്ടോ. ആ ഷോപ്പിലുള്ള ആളോട് ചോദിക്കുന്നുമുണ്ട്, ഈ കാറ് 1 വർഷം അത്രയല്ലേ ഓടിയിട്ടുണ്ടാവുള്ളൂ? കറക്റ്റായിട്ടാണ് സച്ചി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്കിത് ഓക്കെ ആക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി പറയുമ്പോൾ അങ്ങനെ വിളിച്ച് പോയിട്ട് അവർ സംസാരിക്കാം കേട്ടോ. ആ സമയത്ത് ആ കാറാണ് ഓക്കെ ആണെന്നുള്ളത് പറയാം കേട്ടോ. അയ്യോ സച്ചി, ആ കാറ് എന്ന് പറഞ്ഞിട്ട് അയാളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, എന്താ സാറേ, സാറിനൊരു സ്റ്റാർട്ടിങ് ട്രബിള്, അവർക്ക് കാർ ഇഷ്ടപ്പെട്ടു, അത് നമുക്ക് ഓക്കെ ആക്കാം. ഇല്ല സച്ചി, അത് മറ്റൊരു ബിസിനസ്സുകാരൻ ബുക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അതെന്താ സച്ചി ഇങ്ങനെ പറയുന്നത്? ഇവരെ വിശ്വസിച്ചിട്ടല്ലേ നമ്മളിങ്ങോട്ട് വന്നത്, ഇവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും, എന്നിട്ടെന്താ സച്ചി ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സംസാരിച്ച് നോക്കാം സാറെന്ന് പറയാം കേട്ടോ. അവരിങ്ങനെ ക്യാഷൊക്കെ തന്ന് സെറ്റ് ചെയ്തുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് ഓക്കെ ആക്കാമെന്ന് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സാറേ ഞാനൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ശ്രുതിയുടെ അടുത്തേക്കാണ് കേട്ടോ. ദാ അവിടെ ഉണ്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിക്ക് അങ്ങനെ ശ്രുതിയുടെ അരികിലേക്കാണ് പോകുന്നത് കേട്ടോ. ശ്രുതി അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ, ആരാ, ഇവനാണോ ബിസിനസ്മാൻ? അതെ അതെ, വലിയ ബിസിനസ്മാനാ. അപ്പോഴേക്കും ശ്രുതി ചാടി പുറത്ത് വരണം. വലിയ കപ്പൽ മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ, നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, ഞാൻ നിൻ്റെ അടുത്തല്ലേ ചോദിക്കേണ്ടത്, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ ശ്രുതിയും പുറത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്ന കാര്യമാണെന്ന് പറയാം കേട്ടോ. നീ എന്താ വലിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകാന്ന് പറഞ്ഞല്ലോ, കയ്യിലുള്ള കാശ് ജോളിയാക്കി ചിലവാക്കി കളയാനാണോ നിൻ്റെ ഉദ്ദേശം? അപ്പോഴേക്കും കൂടെയുള്ള ചേട്ടൻ ചോദിക്കുന്നുണ്ട്, സച്ചി അറിയുന്ന ആരെങ്കിലും ആണോ? പറയാൻ മാത്രം ഒന്നുമില്ല ചേട്ടാ, അവർ വലിയ ബിസിനസ്സുകാരാണ് സച്ചി എന്ന് പറയണേ. ഇവൻ വലിയ ബിസിനസ്സുകാരൻ, അവൻ എൻ്റെ ചേട്ടനെന്നുള്ള കാര്യം പറയുകയാണേ. 4 പേരുടെ മുന്നിൽ വെച്ച് നിൻ്റെ ചേട്ടനെക്കുറിച്ച് ഇങ്ങനെയാണോ സച്ചി നീ പറയുന്നത്? ഇത് നിനക്ക് തെറ്റായിട്ട് തോന്നില്ലെന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങളുടെ കാറ് മേടിക്കുന്നത് തെറ്റായിട്ട് തോന്നില്ലെന്ന് ചോദിക്കുകയാണ്. അത് ഞങ്ങളുടെ പണം, ഞങ്ങളുടെ ഇഷ്ടം, ഇവൻ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? ആ കാറ് അവർ മേടിച്ചു, നിങ്ങൾ വേറെ കാര്യം മേടിക്കുമെന്ന് പറയാം കേട്ടോ. ഞാനത് ബുക്ക് ചെയ്ത് വെച്ചിരിക്കാന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത്, നീ എന്താ 10 ലക്ഷം രൂപ കൊടുത്തിട്ടാണോ ബുക്ക് ചെയ്തിരിക്കുന്നത്? വാക്കാലെ പറയുകയല്ലേ ചെയ്തിട്ടുള്ളൂ, കാറേ ദേ അവർക്ക് അങ്ങ് കൊടുത്തേക്കെന്ന് പറയാം കേട്ടോ. ശ്രുതി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ചേട്ടനെ കാർ മേടിക്കാൻ വന്നിരിക്കുന്നു, എന്നിട്ട് ആ കാറ് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നു. അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫാമിലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാ, ഇവൻ ചുമ്മാ തിരിഞ്ഞു കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ശ്രുതി ഇവരുടെ അടുത്ത് എന്തിനാ സംസാരിക്കുന്നത്? സാർ, ഞങ്ങൾ ആദ്യം ഓക്കെ പറഞ്ഞിട്ടില്ലേ കാറ്, അത് ഞാൻ തന്നെ മേടിക്കും. ഇപ്പോൾ 1 ലക്ഷം ക്യാഷ് തരാം, ബാക്കി ലോൺ ഇട്ടോളൂ എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന സച്ചി പറയാം, ഇവൻ ലോൺ ഇട്ടാണ് സാർ വണ്ടി മേടിക്കാൻ പോകുന്നത്, എന്നാൽ അവരോ ക്യാഷ് മൊത്തമായിട്ട് ഇപ്പം തന്നെ തരും. അതുമാത്രമല്ല, ഇവൻ കറക്റ്റായിട്ട് ലോൺ കെട്ടുകയില്ലെന്ന് പറയാണ്.
നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ. ഈ കാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ ആദ്യം ഓക്കെ പറഞ്ഞത്. എനിക്ക് നിങ്ങൾ ആദ്യം തന്നെ തരണമെന്ന് പറയണം. നിങ്ങൾക്ക് ചേട്ടന് എന്നെ വിശ്വാസമില്ലേ? ഇവനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശ് കിട്ടില്ല. അവർക്ക് കൊടുക്ക് ചേട്ടാ, നല്ല കമ്മീഷൻ കിട്ടുമെന്ന് പറയണേ. അദ്ദേഹം പറയുന്നുണ്ട്, ശരി സച്ചി, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. അപ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. സച്ചി, ഞങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് അറിയാവുന്നതാണ്. സച്ചി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ന്യായം ഉണ്ടാവും. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിലേ വേറെ കാർ നോക്കിയോ എന്നിങ്ങനെ പറയണം. സച്ചിയുടെ ചേട്ടനല്ലേ, അതുകൊണ്ട് റേറ്റ് വേണമെങ്കിൽ കുറച്ചൊന്ന് കുറച്ച് തരാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ആരുടെ ദൈവവും ഞങ്ങൾക്ക് ആവശ്യമില്ല. ബാസുതി, നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആ അയ്യോ, ഇപ്പം തന്നെ പാതിലിട്ടിട്ട് പോലെ എന്നും പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴേക്കും ആ ചേട്ടനോട് പറയണേ. തുടർന്ന് സച്ചിയുടെ അരികിൽ ആ വണ്ടിയുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവർ പോകുന്ന കണ്ടിട്ടാണ് വരുന്നത്. എന്താ സച്ചി, ഓക്കെ ആണോ എന്നുള്ളത് ചോദിക്കുമ്പോൾ കാറ് സാറിനുള്ളതാണെന്ന് സച്ചി പറയാൻ കേട്ടോ. അങ്ങനെ ക്യാഷ് കൊടുത്ത് ബാക്കി ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്. തുടർന്ന് സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ ഉള്ളിലേക്ക് ഇരിക്കും, ഞാൻ കാറ് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ സച്ചി പോയി കാറ് നോക്കുന്നതൊക്കെ ശ്രുതി അവിടുന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കാണുന്നുണ്ട്. അവിടുന്ന് സങ്കടത്തോടെ ശ്രുതി പറയുന്നുണ്ട്, ആ കാർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ആ കാറിൽ പോകുന്ന കാര്യമൊക്കെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ആ റാസ്കൽ ഇങ്ങനെ ചെയ്തല്ലോ. വിട് ശ്രുതി, നമുക്കൊരു ടൈം വരും, അപ്പം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയാണ്. അങ്ങനെ ശ്രുതിയും കൂട്ടിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് കാറ് സൂപ്പറാണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറയുന്നുണ്ട്. ഇന്ന് തന്നെ നമുക്ക് ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാം, ഇത് കൊണ്ടുപോകാമെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ സച്ചിയുടെ അടുത്ത് ഒരു ബാറിൽ കൊണ്ടുവിടാനാണ് പറയുന്നത്. അപ്പോൾ സച്ചി അവിടെ നിൽക്കുന്ന സമയത്ത് സച്ചിയുടെ അടുത്ത് ഉള്ളിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കാർ ഇത്രയും നന്നായിട്ടൊന്നും മേടിച്ച് തന്നിട്ട് നീ വരാതിരിക്കുന്നത് ശരിയല്ല, ചെറുതായിട്ടൊന്ന് കൂടാമെന്നും പറഞ്ഞിട്ട്. ഇല്ല സാർ, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ മദ്യപിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ഡ്യൂട്ടിയിലല്ലേ, എന്നിട്ട് ഞാൻ കുടിക്കുന്നോ ഇല്ല എന്നുള്ളത് ആരറിയാനാ. അപ്പോഴേക്കും സാറിനെ പോലെയല്ല, കസ്റ്റമേഴ്സിനെ വിശ്വസിച്ചിട്ടാണ് എൻ്റെ ജീവിതമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല സാറേ എന്ന് പറയുകയാണെ. ഞാൻ പകലും കുടിക്കാറില്ല, ഡ്യൂട്ടി ടൈമിലും കുടിക്കാറില്ല. എന്താ സച്ചി ഇത്, അവരിത്രയും നിർബന്ധിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ഫ്രണ്ട് പറയുന്ന സമയത്ത്, വിടടാ വേണ്ട എന്ന് പറയുന്ന ആൾ ഒരിക്കലും നിർബന്ധിക്കരുത്. അവർക്ക് അവരുടെ ഡ്യൂട്ടിയിൽ അത്രയും കണ്ണിങ്ങാണ്. സാറ് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. ഇപ്പോൾ വിളിക്കുന്നതിന് പകരം രാത്രി വിളിച്ചു കഴിഞ്ഞാൽ കാറ് ഷെഡിൽ കൊണ്ട് വിട്ടിട്ട് ഞാനും കൂടെ വന്നേനെ. കുഴപ്പമില്ല സച്ചി, അതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം ആവാം. എന്തായാലും നീ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ. ഞങ്ങൾ പോയി കുടിച്ചതിന് ശേഷം വേറൊരു സ്ഥലത്തൂടെ പോകേണ്ടതുണ്ട്, നീ ഞങ്ങളെ അവിടെയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് സച്ചി അവരോട് പൊക്കോളാൻ വേണ്ടി പറയുകയാണ്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയണ്ട. അങ്ങനെ പാർട്ടിക്കാരൊക്കെ പോകുന്ന സമയത്ത് സച്ചിയുടെ ഫ്രണ്ട് വീണ്ടും വിളിക്കുകയാണ്. വാട 2 ബിയറെങ്കിലും കുടിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ചില്ലാവാൻ വേണ്ടിയിട്ട് ഞാനേ മോര് കുടിച്ചോളാം. ഇപ്പോൾ തൽക്കാലം എന്തായാലും ഞാൻ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലല്ല. കല്യാണത്തിന് ശേഷം നീ ഒരുപാട് മാറിപ്പോയി അല്ലേ സച്ചി എന്ന് പറഞ്ഞിട്ട് അവനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സച്ചി പുറത്തേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തുടർന്ന് കാണിക്കുന്ന ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വർഷ വരുന്നതാണ്. വർഷയുടെ വരവ് കാണുമ്പോൾ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, ഫുഡ് വേണമെങ്കിൽ ഞാൻ കൊടുത്തയക്കാമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതല്ല ശ്രീകാന്ത്, നീ പെട്ടെന്ന് വാ, നമുക്കേ ഒരു കുഞ്ഞ് വേണമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവരും നോക്കുന്നുണ്ട്. എന്താ വർഷ നീ പറയുന്നത്? അതെ, എനിക്ക് ഒരു കുഞ്ഞിനെ ഉടനെ തന്നെ പ്രസവിക്കണം. വർഷയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രീകാന്ത് വേഗം പിടിച്ചുകൊണ്ട് ഒരു മൂലക്കിലേക്ക് പോയിട്ട് ചോദിക്കുന്നു, നിന്റെ വർഷേ, നിനക്കെന്താ വട്ടായോ? അല്ല, ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന കാര്യം പറയുന്നത് 10 മാസം എടുക്കും, അല്ലാതെ ഫുഡ് ഓർഡർ ചെയ്യുന്ന മാതിരി 10 മിനിറ്റ് കൊണ്ട് ഡെലിവറി ഒന്നും ആവില്ല. അതെനിക്കറിയാം. നമ്മളിപ്പോൾ ട്രൈ ചെയ്താൽ മാത്രമല്ലേ നടക്കുള്ളൂ. നിനക്ക് എന്താ പറ്റിയത്? കുഞ്ഞുങ്ങളെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചപ്പോഴേക്കും അതിനിപ്പോൾ ഒരു ചാൻസും ഇല്ല, 4 വർഷം 5 വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ നിനക്കിപ്പോൾ എന്താ പറ്റിയേ? പുതിയ മൊബൈൽ അപ്ഡേറ്റ് മാതിരി നീ ഇങ്ങനെ ചാടി വന്ന് പറഞ്ഞാൽ അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നൊരു ഇംഗ്ലീഷ് പടത്തിൻ്റെ മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് കുഞ്ഞുങ്ങളുടെ പടമായിരുന്നു കൂടുതലും. അതിൽ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ക്യൂട്ടായിരുന്നു അറിയോ? അത് കണ്ട സമയത്ത് നമുക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. നല്ല കഥയാണ്. നീ ഹൊറർ പടത്തിൻ്റെ വല്ലതും ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് നീ പ്രേതത്തെ കാണാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നോ? ചുമ്മാ വെറുതെ അവരൊരു കോമഡി പറയുന്നു. ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ശ്രീകാന്തെ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ആ മൈൻഡ് സെറ്റിലേക്ക് വന്നു. അതിൻ്റെ കറക്റ്റ് ടൈമാണ്. നമുക്കതിൻ്റെ എല്ലാ പ്രോസസ്സും പതിയെ സ്റ്റാർട്ട് ചെയ്യാം. വാ, വീട്ടിലേക്ക് പോവാന്ന് പറയണേ. നീ വന്നിട്ടേ ഷോക്ക് തരുന്ന മാതിരി ഓരോന്ന് വന്ന് പറയല്ലേ. എന്താ, നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ എന്ന് വർഷ ഇങ്ങനെ ചോദിക്കുകയാണ്. എപ്പോഴും നീയല്ലേ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നത്? അതെ, എന്ന് കരുതിയിട്ട് അതിനൊരു ടൈമൊക്കെ ഇല്ലേ? അങ്ങനൊന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിലേ നമ്മൾ ട്രൈ ചെയ്യണം. നീ ശരിക്കും തന്നെയാണോ പറയുന്നത്? സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അതെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും
ഇങ്ങനെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ പ്രസവിക്കാൻ പറ്റുന്നത്? നമുക്ക് മോനെ സച്ചിയേട്ടനുണ്ട്, സുധിയേട്ടനുണ്ട്. അവരൊക്കെ ഉണ്ടെങ്കിൽ എന്താ? അവർക്കല്ലേ ആദ്യം കുഞ്ഞുങ്ങൾ ഉണ്ടാവേണ്ടത്. അവരല്ലേ മുതിർന്നവർ. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്താൽ എന്താ? നമ്മളെന്താ ട്രെയിൻ ടിക്കറ്റാണോ ബുക്ക് ചെയ്യുന്നത്? അവർക്ക് തോന്നുന്ന സമയത്ത് അവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കട്ടെ. എനിക്ക് ഇപ്പോൾ തോന്നുന്നു അതുകൊണ്ട് പിന്നെ വേണം തോന്നുകയാണ്. അതുപോലെ തന്നെ സുധിയേട്ടനല്ലേ വീട്ടിൽ മൂത്ത ആള്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനല്ലേ മൂത്തത്. നിൻ്റെ വീട്ടിൽ നീ ഒരാളല്ലേ ഉള്ളൂ. ആ ആ അതിനെന്താ? എൻ്റെ അച്ഛൻ നല്ല സ്മാർട്ടായിട്ട് ഒരു കുഞ്ഞിനെ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂട്ടായിട്ടൊരു കുഞ്ഞ് ബേബിയും കൂടി വേണം. വർഷ, കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആയിട്ടേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും ഏൺ ചെയ്യുന്നില്ലേ? പിന്നെന്താണ് കഷ്ടം എന്ന് ചോദിക്കാം. നീ ചെയ്യുന്നതേ ഫ്രീലാൻസ് വർക്കാണ്. നീ ഒരു ഉണ്ടെങ്കിൽ നിനക്ക് മെറ്റേണിറ്റി ലീവെങ്കിലും കിട്ടും. ഇപ്പം നിനക്ക് 1 ഇയറിലേക്ക് വർക്ക് ചെയ്യാനും പറ്റില്ല. ഇതൊക്കെ പറയുമ്പോൾ അതിന് ശ്രീകാന്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലേ? എൻ്റെ മാത്രം സാലറി കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല വർഷ. കുഞ്ഞുങ്ങൾക്ക് എന്താ അത്രമാത്രം ചിലവ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡയപ്പേഴ്സ് അതുപോലെ എക്സ്പെൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ? ആ അതിനിപ്പോൾ ഞാനും ഏൺ ചെയ്യുന്നില്ലേ? പിന്നെന്താ? അങ്ങനെ ചോദിക്കുമ്പോൾ കാശ് മാത്രം പോരാ, ടൈമും കൂടി വേണം. കുഞ്ഞുങ്ങളുടെ കൂടെ എപ്പോഴും ഒരാൾ ഇരിക്കണം. അങ്ങനെയെങ്കിൽ ഒരു ദിവസം ശ്രീകാന്ത് നോക്കി ഒരു ദിവസം ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയാണേ. നീ ഡബ്ബിങ്ങിന് പോകുന്ന സമയത്തെ കുഞ്ഞ് പാലിന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണേ. അപ്പോൾ നീ ആ, പിന്നെ ഫോർമൽ മിൽക്ക് കൊടുത്തോ. ആ അതൊന്നും നല്ലതല്ല. നോർമൽ മിൽക്കാണ് ഹെൽത്തി. കുഞ്ഞിനെയും കൊണ്ട് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് വന്നാൽ മതി. അങ്ങനെയൊക്കെ ഈസി ആയിട്ട് കാണാൻ വേണ്ടി പറ്റുമോ? പിന്നെ കുഞ്ഞുങ്ങളെ അങ്ങനൊന്നും നമ്മൾക്ക് വിടാൻ പറ്റില്ല. നമുക്കും ഉറക്കമില്ല, അവരും ഉറങ്ങുകയില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡേ കെയറിൽ കൊടുക്കാമല്ലേ? ഇല്ലില്ല, എൻ്റെ അമ്മ അതിനൊന്നും സമ്മതിക്കില്ലെന്ന് ശ്രീകാന്ത് പറയുകയാണേ. എൻ്റെ കുഞ്ഞിനെ വിടണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ അമ്മ എന്തിനാ ചിന്തിക്കുന്നത്? അതെ, എൻ്റെയും കുഞ്ഞാണെന്നുള്ളത് ശ്രീകാന്ത് പറയാൻ കേട്ടോ. ഹലോ, 10 മാസം വയറ്റിൽ ചുവന്ന് പ്രസവിക്കാൻ പോകുന്നത് ഞാനാണ്. അതിനെ കാരണം ഞാനും കൂടെയാണെന്ന് ശ്രീകാന്ത് പറയുകയാണേ. ടൈം കൂടെ സ്പെൻഡ് ചെയ്യില്ലേ നീ? ജോലി ഉണ്ടാവില്ലേ? അതാരും നോക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആ റെസ്റ്റോറൻറ്റിലെ ഓണർ ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശ്രീകാന്ത് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശ്രീകാന്ത് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അയാൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത്, നിനക്ക് കുഞ്ഞുണ്ടോ? അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, സാർ അങ്ങനെയൊന്നുമില്ല സാർ. വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് ചോദിക്കുകയാണ്. ഇല്ല സാർ, ആ ഡിസിഷനെ കുറിച്ചാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആഹാ, അതിനു മുമ്പേ നിങ്ങൾ സ്കൂളിൽ കുഞ്ഞിനെ പറഞ്ഞയക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഉടനെ തന്നെ കുഞ്ഞുണ്ടാവും സാർ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വന്നത്. ഇവനൊരു ഹാഫ് ഡേ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ. എന്താ ശ്രീകാന്ത് ഇതെന്ന് ചോദിക്കുകയാണ്. വർഷേ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നു ശ്രീകാന്ത് പറയുന്നുണ്ട്. ആകെ നാണക്കേട് പോലെ തോന്നിയിട്ട് എന്തൊക്കെയാണെങ്കിലും ശ്രീകാന്ത് കുറച്ച് ഓവർ സ്പീഡ് പാടില്ല. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോഴല്ലേ മാരേജ് ആയത്. എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ നടക്കണമെന്ന് വിചാരിച്ചാൽ എങ്ങനെയാണ് നടക്കുക? അങ്ങനെയാണെങ്കിൽ ഈ ഹോട്ടലിൽ ഫാസ്റ്റ് ഫുഡൊക്കെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. വിക്കത്തും ഇല്ലേന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് വർഷയുടെ സംസാരം കേട്ടിട്ട്, വർഷേ നീ അത് ഇവിടുന്ന് പോന്ന് പറയുന്നുണ്ടേ. പിന്നെ ഈവനിങ് നിൻ്റെ ഡിസിഷൻ എന്താണെന്നുള്ളത് പറയുമെന്ന് പറയും കേട്ടോ. വർഷം അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. വർഷം അവിടെ നിന്ന് പോയതിന് ശേഷം പറയുന്നുണ്ട് കേട്ടോ, പണിയെല്ലാം മാറ്റി വെച്ചിട്ട് ഇല്ലാത്ത കുഞ്ഞിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോഴാണ് നീ നിൻ്റെ കരിയർ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെൻറ്റിലൊന്നും ചെന്ന് ചാടിയിട്ട് നിൻ്റെ കരിയർ നീ സ്പോയിൽ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. എന്തായാലും ആലോചിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. ആ രംഗത്തോട് കൂടിയിട്ട് ഈ എപ്പിസോഡോട് നിർത്തുകയാണ്. ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.